ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതിയ നല്ല അടിപൊളി ട്വിസ്റ്റുകളുള്ള ഒരു കിടിലൻ ക്രൈം ത്രില്ലർ കഥയാണ്. കഥയുടെ പേര് മൂന്നാം മനിതൻ. അതായത് കഥയുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിനിൽ നിന്ന് കുറച്ച് മനുഷ്യന്റെ അവയവങ്ങൾ കിട്ടുകയാണ്. എന്നാൽ എവിടെയും ആ ഒരു വ്യക്തികളുടെ തല കാണാനില്ല. അങ്ങനെ നാടിനെ നടുക്കിയ ആ ഒരു കേസ് ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻസ്പെക്ടർ ഏറ്റെടുക്കുകയാണ്. പിന്നീട് അങ്ങേര് കണ്ടെത്തിയത് ഒരിക്കലും ഗസ് പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നമ്മളെ ഷോക്ക് ചെയ്യുന്ന പല ട്വിസ്റ്റുകളുമാണ്. അപ്പോൾ ത്രസിപ്പിക്കുന്ന ആ ഒരു ട്വിസ്റ്റുകൾ നമുക്ക് കണ്ടു നോക്കിയാലോ? അതിനു മുൻപ് നമ്മുടെ സീരീസ് ചാനലിൽ ഇൻസ്പെക്ടർ ഋഷി എന്ന അടിപൊളി ഒരു സീരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസ് കാണാത്ത കൂട്ടുകാർ മറക്കാതെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ ബൃന്ദ എന്ന ഏറ്റവും പുതിയൊരു അടിപൊളി സീരീസ് ഇല്ലേ, ആ ഒരു സീരീസ് ഉടനെ നമ്മുടെ സീരീസ് ചാനൽ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ബാക്കി സീരീസിൽ വരിക. അപ്പോൾ എല്ലാവരും സീരീസ് ചാനലും അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കഥ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് നമ്മൾ കാണുന്നത് ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നില്ലേ. അതായത് എക്സാമില് സ്റ്റേറ്റില് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു പാവപ്പെട്ട പയ്യനാണ്. അവന്റെ പേരാണ് സതീഷ്. അങ്ങനെ സതീഷിന്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് അവിടെ മീഡിയ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുപോലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും അതുപോലെ സതീഷിന്റെ അമ്മയും അവന്റെ വിജയത്തില് അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. അവന്റെ അമ്മയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാകുന്നുണ്ട്. എന്നാൽ അവിടെ എവിടെയും സതീഷിന്റെ അച്ഛനെ കാണുന്നില്ല. അപ്പോഴാണ് അങ്ങേര് പതിയെ ബാത്റൂമിലേക്ക് പോകുന്നത്. എന്നാൽ ഫ്രഷ് ആണെന്ന് വിചാരിക്കുമ്പോൾ അയാൾ ഒളിപ്പിച്ചു കൊണ്ടുവന്ന മദ്യക്കുപ്പിയില്ലേ അവിടുത്തെ വെള്ളം എടുത്ത് മിക്സ് ചെയ്തിട്ട് അയാൾ അടിക്കുകയാണ്. എന്നാൽ ഹസ്ബൻഡ് ഇത് എങ്ങോട്ട് പോയെന്നറിയാതെ സതീഷിന്റെ അമ്മ തേടി വന്നു നോക്കുമ്പോഴാണ് അങ്ങേര് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ദേഷ്യത്തില് ഇന്ന് മകന്റെ ഒരു നല്ല ചടങ്ങായിട്ട് ഇന്ന് പോലും മദ്യപിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അല്ലേ? അങ്ങനെ ശകാരിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ഫംഗ്ഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ അവിടെ തടിച്ചുകൂടിയ മീഡിയാസും എല്ലാവരും സതീഷിന്റെ അമ്മയും അച്ഛനെയും പ്രശംസിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്കൂളിൽ നടക്കുന്ന എല്ലാ ചടങ്ങുമില്ലേ, കുറച്ചു ദൂരെ ഏതോ ഒരു വീട്ടിലിരുന്നിട്ട് ഒരു ഇൻസ്പെക്ടർ കാണാണ്. അങ്ങേർക്ക് ആ ഒരു കാഴ്ച കാണുമ്പോൾ വല്ലാതെ സന്തോഷമാകുന്നുണ്ട്. ഇനിയിപ്പോ ഇൻസ്പെക്ടർ പഠിച്ച സ്കൂളാണോ അല്ലെങ്കിൽ സതീഷിനെയും ഫാമിലിയും അങ്ങേർക്ക് പരിചയം ഉണ്ടായിട്ടാണോ എന്നറിയില്ല. അപ്പോഴാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചില ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് വേസ്റ്റ് ഒക്കെ വലിച്ചെറിയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരാള് ആ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അയാളില്ലേ എന്തോന്ന് കണ്ടിട്ട് വല്ലാതെ ഭയന്നു പോകുന്നത്. അതായത് അങ്ങേര് എന്താ കണ്ടെന്ന് വെച്ചാല് ഏതോ മനുഷ്യന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണ്. അങ്ങേര് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാണ്. അങ്ങനെ പോലീസ് ടീം ഫോറൻസിക് ടീമുമായിട്ട് വന്നിട്ട് ആ ഒരു ഏരിയയിൽ അരിച്ചു പെറുക്കുമ്പോൾ അവിടെ ഒരു 3-4 സ്ഥലത്ത് നിന്നിട്ട് വ്യത്യസ്തമായ മനുഷ്യന്റെ ശരീരത്തിന്റെ മുറിക്കപ്പെട്ട ഭാഗങ്ങൾ കിട്ടുകയാണ്. എന്നാൽ ഒരു ബോഡി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ നമ്മളെ ഇൻസ്പെക്ടറിനില്ലേ അങ്ങനെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ SI പറയുന്നുണ്ട്, സാറേ ഒരു ബോഡിക്കും തലയില്ലാത്തതുകൊണ്ട് തന്നെ ആരാണ് മരണപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇൻസ്പെക്ടർ ഒരു കാര്യം ചെയ്യും, ആ ഒരു ഏരിയ മുഴുവനായിട്ട് ആരുടെയെങ്കിലും തല കിട്ടുമെന്ന് ഒന്ന് അരിച്ചു പറിക്കു നോക്ക്. അങ്ങനെ അവരും തേടി നോക്കാണ്. അപ്പോഴാണ് ഒരു അസിസ്റ്റന്റ് വിളിച്ച് പറയുന്നത്, സാറേ ഗാന്ധി എന്ന ഒരു പോലീസുകാരനില്ലേ അങ്ങേര് 2 ദിവസമായിട്ട് വീട്ടിലെത്തിയിട്ടില്ലെന്ന് അവരുടെ ഭാര്യ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പൊ കളക്ട് ചെയ്ത ആ ഒരു ഭാഗങ്ങളിൽ നമ്മുടെ പോലീസുകാരൻ ഗാന്ധി ഉണ്ടാവോ? ഇൻസ്പെക്ടറിനും സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ഇൻസ്പെക്ടർ പോകുന്നത് ഗാന്ധിയുടെ വൈഫിനെ കാണാനാണ്. വൈഫിന്റെ പേരാണ് രമ്യ. അപ്പൊ ഇൻസ്പെക്ടർ, അല്ല രമ്യ, എത്ര നാളായി നിങ്ങളുടെ ഹസ്ബൻഡിനെ കാണാതായിട്ട്? അപ്പൊ രമ്യ, സാറേ ഒരു 2-3 ദിവസമായി തോന്നുന്നുണ്ട്. എന്നിട്ടെന്താ പോലീസിനെ അറിയിക്കാൻ ഡിലേ ആയേ? കഴിഞ്ഞ ദിവസമല്ലേ ഇൻഫോം ചെയ്യുന്നേ? അപ്പൊ രമ്യ, സാധാരണ ഹസ്ബൻഡിനെ പോവാറുണ്ട്, എന്നാൽ കൂടിപ്പോലെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ വരും. എന്നിട്ടും കാണാതായതുകൊണ്ടാണ് ഞാൻ അറിയിച്ചത്. അല്ല രമ്യ, നിങ്ങളുടെ ഹസ്ബൻഡിന് ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? സാറേ അങ്ങനെ ഒരു ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം വളരെ കാമായിട്ടുള്ള ഒരാളാണ്. ആരോടും ചെറിയ കാര്യത്തിന് പോലും ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. പിന്നെ എങ്ങനെ ശത്രുക്കൾ ഉണ്ടാവുക? അപ്പൊ ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അറിയണമെന്നില്ലല്ലോ. ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിലോ പുറത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടതായിട്ട് എന്തെങ്കിലും? അപ്പൊ രമ്യ, സാറേ ഒരിക്കൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ വീട്ടില് ചെല്ലമ്മ എന്നൊരു ജോലിക്കാരി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ചെല്ലമ്മയുടെ ഹസ്ബൻഡ് പാണ്ഡ്യയും എന്റെ ഹസ്ബൻഡ് ഗാന്ധിയും തമ്മിൽ ഒരിക്കൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അല്ല അതെന്തിനായിരുന്നു? അപ്പോഴാണ് അവള് പറയുന്നത്, ഒരിക്കൽ ഞാനും ഗാന്ധിയും കൂടി പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോഴാണ് മദ്യപിച്ച് നമ്മുടെ ഓപ്പോസിറ്റ് വന്ന പാണ്ഡ്യ പറഞ്ഞത്, ചില മുതലാളിമാർക്ക് വീട്ടില് ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളോട് ഒരു കണ്ണുണ്ടാവാറുണ്ട്. അപ്പോ ഭാര്യമാര് ഹസ്ബൻഡിനെ സൂക്ഷിച്ചാൽ നന്നായിരിക്കും. അതും പറഞ്ഞിട്ട് പാണ്ഡ്യ നടന്നു പോയതാ. അപ്പൊ ഇൻസ്പെക്ടർ, അന്ന് പാണ്ഡ്യ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ രമ്യ, ഇല്ല സാറേ, അയാള് നല്ലോണം കുടിച്ചിരുന്നു. അപ്പോ കുടിയന്മാര് പറയുന്നൊക്കെ എന്ത് ചെവി കൊടുക്കാനാ? അപ്പൊ ഇൻസ്പെക്ടർ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ബോഡിയിലുള്ള അടയാളങ്ങള് മാർക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോ രമ്യക്ക് ഓർമ്മയുള്ളതുപോലെ ആ ഒരു അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് അല്ലേ നമ്മുടെ ഇൻസ്പെക്ടർ തന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞിട്ട്, നിലവിലിപ്പോ പല ബോഡി പാർട്സ് കിട്ടിയില്ലേ, ആ ഒരു പാർട്സില് എവിടെയെങ്കിലും ആ അടയാളങ്ങളുണ്ടോ, അതായത് കൊല്ലപ്പെട്ടതിൽ ഗാന്ധി ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അതുപോലെ അയാൾ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? മിസ്സിംഗ് ആകുന്നതിന് മുൻപ് ഗാന്ധി ആരൊക്കെയാണ് വിളിച്ചത്, അതുപോലെ ഗാന്ധി ആരൊക്കെയാണ് വിളിച്ചത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തെടുക്കാൻ പറയാണ്. ഇപ്പോ ഗാന്ധിയുടെ മരണത്തിന് പിന്നിൽ ഇൻസ്പെക്ടറിന് ആകെ സംശയമുള്ളത് ആരുടെ മേലെയാ? നമ്മുടെ പാണ്ഡ്യയുടെ മേലെയല്ലേ? അപ്പൊ പാണ്ഡ്യയെ ഉടനെ തന്നെ പൊക്കാൻ പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പാണ്ഡ്യയാണ്.
പാണ്ഡി ബാറിലിരുന്ന് നല്ല അടിയാണ്. അപ്പോൾ ബാറിലേക്ക് വന്ന് നമ്മുടെ സബ് ഇൻസ്പെക്ടറില്ലേ നേരെ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് പാണ്ഡി കൂട്ടിക്കൊണ്ടിരുമ്പോൾ പാണ്ഡി പറയുന്നുണ്ട്, സാറേ എന്നെ എന്തിനാ, ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. അപ്പൊ ഇൻസ്പെക്ടർ, അതിന് നീ കുറ്റം ചെയ്തു എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഒരു സംശയം തീർക്കാനാ. നിങ്ങളുടെ ഭാര്യ ചെല്ലമ്മ ജോലി ചെയ്ത ഗാന്ധിയുമായിട്ട് ഒരിക്കൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അപ്പോ അതെന്തായിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പാണ്ഡി, സാറേ അതൊരു വലിയ സംഭവം, അത് സാറിന് അറിയണമെങ്കിലേ എന്റെ ലൈഫിലെ കഥയെക്കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെ പാണ്ഡ്യയുടെ ലൈഫിൽ സംഭവിച്ച ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. നമ്മുടെ പാണ്ഡ്യയുടെ കല്യാണം കഴിയുന്നതിന് മുൻപ് കുറച്ച് നാളായിട്ട് പെൺകുട്ടിയെ നോക്കുന്നുണ്ട്. എന്നാൽ പാണ്ഡ്യക്ക് ഇഷ്ടാവുന്നില്ല. അങ്ങനെ അമ്മ വിളിച്ചിട്ട് ഒരു പെൺകുട്ടിയെ കാണാൻ നാളെ പോണ്ടതാ, നീ വരുമ്പോ അതിനുള്ള സാധനം വാങ്ങിട്ടോ. എന്നാൽ പാണ്ഡ്യക്കാണെങ്കിൽ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്തൊക്കെ സാധനം വാങ്ങണ്ടേന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരു കടയിലേക്ക് പോയിട്ട് അവിടുത്തെ സെയിൽസ് ഗേളിനോട് ചോദിക്കുന്നുണ്ട്, അല്ല സാധാരണ ഈ പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്തൊക്കെ സാധനം വാങ്ങിട്ട് പോവാ? അപ്പോൾ അവൾക്ക് അറിയാതെ ശരി വരികയാണ്. എന്നിട്ട് എന്തൊക്കെ സാധനം വേണ്ടത് അതൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവരെല്ലാവരും ആ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ രണ്ട് ഫാമിലിയും അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അങ്ങനെ പെൺകുട്ടിയോട് വരാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ പാണ്ഡ്യ ഷോക്കായി പോകുന്നത്. അതായത് ഏത് പെൺകുട്ടിയോടാണോ പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്തൊക്കെ സാധനം വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്ത് വാങ്ങിയത് അതേ പെൺകുട്ടി തന്നെയാണ് അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എന്നാൽ പാണ്ഡ്യ ഒരു ഡ്രാമയും കളിക്കാതെ ജെന്യൂൻ ആയിട്ടല്ല റിയാക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഫാമിലിയോട് പെൺകുട്ടി അവളുടെ സമ്മതം പറയാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായില്ലേ, പിന്നെ ഇനിയിപ്പോൾ എന്ത് നോക്കാനാ. അങ്ങനെ ഫാമിലി ഹാപ്പി ആയിട്ട് തന്നെ അവരുടെ മാരേജ് നടത്തുകയാണ്. നമ്മുടെ പാണ്ഡ്യയുടെ ഭാര്യയുടെ പേരാണ് ചെല്ലമ്മ. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവരുടെ ലൈഫ് മുന്നോട്ട് പോവാണ്. അങ്ങനെ ആ ഒരു സന്തോഷം ഇരട്ടിപ്പിക്കാനായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു മകൻ വരുന്നുണ്ട്. എന്നാൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാതെ ആ ഒരു കുഞ്ഞിന് അസുഖം ബാധിക്കുകയാണ്. ആ ഒരു ട്രീറ്റ്മെന്റിന് 4 ലക്ഷത്തോളം രൂപ പുറത്തുനിന്ന് അവർ കടം വാങ്ങിയിട്ടാണ് സർജറി നടത്തി ആ കുട്ടി രക്ഷപ്പെടുത്തുന്നത്. എന്നാൽ നമ്മുടെ പാണ്ഡ്യക്കില്ലേ ആ ഒരു പൈസ തിരിച്ചടക്കാൻ പറ്റിയില്ല. 2 മാസം അടവ് തെറ്റിയപ്പോ പൈസ കൊടുത്തവനില്ലേ വീട്ടിലേക്ക് വന്നിട്ട് പാണ്ഡ്യയോട് കടിച്ചു കയറുന്നുണ്ട്. എന്നാൽ പാണ്ഡ്യക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എങ്ങനെയൊക്കെയോ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഇനിയും ഇതേ നാട്ടിൽ നിന്നാല് പണം അടയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടൊരു ജോലി തേടിയിട്ട് അവിടെ നിന്ന് നാട് വിട്ട് തിരുപ്പൂരിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. തിരുപ്പൂരിലാണെങ്കിൽ കുറേയധികം ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ പാണ്ഡ്യക്ക് തിരുപ്പൂര് ജോലി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തിരുപ്പൂരിൽ നിന്ന് തന്റെ ഭാര്യ ചെല്ലമ്മയ്ക്ക് ഇടയ്ക്ക് ഫോൺ ചെയ്ത് അവരവരുടെ വിശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അങ്ങനെ പതിയെ പതിയെ ആ ഒരു കടങ്ങളൊക്കെ അടച്ചു വീട്ടാണ്. അങ്ങനെ ഒരു ദിവസം പാണ്ഡ്യക്ക് തലവേദന എടുത്തപ്പോൾ ഡോക്ടറെ കാണാൻ പോകണമെന്ന് പറയുമ്പോൾ കൂടെ റൂമിലുണ്ടായിരുന്ന കൊളീഗ് പറയുന്നുണ്ട്, തലവേദനയ്ക്ക് ഡോക്ടറെ കണ്ട കാര്യമൊന്നുമില്ല, ഒരു ചെറുതടിച്ചാൽ മതി. എന്നാലും പാണ്ഡ്യ, ഞാൻ ഇതുവരെയായിട്ട് മദ്യം കഴിച്ചിട്ടില്ല, ഇങ്ങനെയല്ലേ പരീക്ഷിക്കുക. അങ്ങനെ പാണ്ഡ്യ കമ്പൽ ചെയ്തപ്പോൾ ഒന്ന് മദ്യപിച്ച് നോക്കാണ്. എന്നാൽ പാണ്ഡ്യക്ക് ആ ഒരു ശീലം വിടാൻ പറ്റിയില്ല. മദ്യത്തിന് പതിയെ പതിയെ പാണ്ഡ്യ അഡിക്റ്റ് ആവാൻ തുടങ്ങാണ്. ആദ്യമൊക്കെ കൂട്ടിന് ആരെങ്കിലും ഉണ്ടാവും, എന്നാൽ പിന്നെ പിന്നെ ആരും ഇല്ലെങ്കിലും ഒറ്റക്ക് മദ്യപിക്കാണ്. പാണ്ഡ്യ ഇപ്പോൾ എന്തിനാ നാട് വിട്ട് തിരുപ്പൂരിലേക്ക് വന്ന് ആ ഒരു കടയൊക്കെ അടച്ചു വിട്ടാനല്ലേ. എന്നാൽ സമ്പാദിക്കുന്നതിൽ പകുതി മുക്കാൽ പൈസയും മദ്യപാനത്തിന് തന്നെ ചെലവാണ്. അങ്ങനെ നാട്ടിലെ ചെലവിനും കടം വീട്ടാനും പൈസ അയക്കാത്തോണ്ട് ഭാര്യ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നിങ്ങൾ പൈസ ഒന്നും അയക്കാത്തെ? എന്നാൽ പാണ്ഡ്യ എന്തൊക്കെയോ പറഞ്ഞിട്ട് മെല്ലെ ഒഴിയാണ്. കുറെ നാൾ ഇതേ അവസ്ഥയായപ്പോ എന്തായിരിക്കും പാണ്ഡ്യക്ക് സംഭവിച്ചെന്നറിയാന് ചെലവ നേരെ തിരുപ്പൂരിലേക്ക് വരികയാണ്. വന്ന് നോക്കുമ്പോൾ പാണ്ഡ്യയാണെങ്കിൽ താടിയൊന്നും പഠിക്കാതെ എന്തോ ഒരു കോലായിട്ടുണ്ട്. എന്തായത്, നിങ്ങൾ പോയിട്ടൊന്ന് ഷേവൊക്കെ ചെയ്തിട്ടോ? അങ്ങനെ പാണ്ഡ്യ ഷേവൊക്കെ ചെയ്ത് കൂട്ടപ്പനായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അതിനുള്ളിൽ ചെലമ്മ വീട് മൊത്തം ക്ലീൻ ചെയ്യല്ലേ. ചെലമ്മക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, പാണ്ഡ്യക്ക് ഇതുവരെ ഇല്ലാതിരുന്ന മദ്യപാന ശീലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദുശീലത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പാണ്ഡ്യ പുറത്തുകൊണ്ടുവരാന് അവള് മാക്സിമം ശ്രമിക്കുകയാണ്. അങ്ങനെ പാണ്ഡ്യ പതിയെ പതിയെ ആ ഒരു ദുശീലൊക്കെ മറന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ തിരുപ്പൂരിലെ അവരുടെ കുടുംബജീവിതം വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് പാണ്ഡ്യ സത്യം ചെയ്തിട്ട് ഒരു ദിവസം കുടിച്ചിട്ട് വരികയാണ്. ദേഷ്യത്തിൽ ചെല്ലമ്മ, നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ ഇനി ഒരിക്കലും മദ്യപിക്കില്ലാന്ന്, എന്നിട്ടാണോ 4 കാലിൽ വീട്ടിലേക്ക് കയറി വന്നേ? എന്നാലും പാണ്ഡ്യ, ഞാൻ രാവിലെ മുതൽ നല്ലോണം കഷ്ടപ്പെടുന്ന, എനിക്ക് കുറച്ച് കഴിച്ചില്ലേ പറ്റില്ല. അപ്പോൾ അവള് ദേഷ്യത്തില് കുടിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്. എന്നാൽ രാത്രി ആയപ്പോ പാണ്ഡ്യപ്പാതി അവരുടെ അരികിലേക്ക് പോകുമ്പോൾ ദേഷ്യത്തിൽ അവൾ പറയുന്നുണ്ട്, കുടിച്ചിട്ട് എന്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞല്ലേ. എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദാവാണ്. അവസാനം പാണ്ഡ്യ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് ചെല്ലമ്മയുടെ മുഖത്തടിക്കുകയാണ്. അങ്ങനെ പിന്നീട് അവരുടെ ലൈഫില് ഇടക്കിടക്ക് പ്രശ്നങ്ങളായി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ ഒരു കാഴ്ച കണ്ടു. അതായത് എന്റെ ഭാര്യ ചെല്ലമ്മയില്ലേ, അവള് ഡ്രസ്സ് മാറ്റുമ്പോ ഏതോ ഒരാളായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് അത് ആരാണെന്ന് ഞാൻ നോക്കിയത്. അത് ചെല്ലമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ ആ ഒരു പോലീസുകാരല്ലേ ഗാന്ധി, അങ്ങേരായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് ആ വിഷമങ്ങളൊക്കെ മറക്കാന് ഞാൻ മദ്യത്തിൽ തന്നെ അഭയം കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാളിന് ശേഷം ഒരിക്കൽ നമ്മുടെ ഗാന്ധിയില്ലേ റൗണ്ട്സിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങേരില്ലേ ചെല്ലമ്മ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ചെല്ലമ്മ കരുതിയത് പാണ്ഡ്യ ഉറങ്ങാണെന്നാണ്. എന്നാൽ പാണ്ഡ്യ ഉറങ്ങിയിരുന്നില്ല. അവരുടെ ഇടയിലെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത ദിവസം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു പോലീസുകാരനും ഭാര്യയും വരുന്ന കണ്ടത്. അതുകൊണ്ടാണ് ആ ഒരു ഗാന്ധിയുടെ ഭാര്യയോട് അങ്ങേർക്കൊരു അഫയറുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ ഞാനന്ന് മദ്യപിച്ചതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യം അവര് സീരിയസ് ആയിട്ട് എടുത്തില്ല തോന്നുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ, പാണ്ഡ്യ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് നിനക്ക് ഗാന്ധിയുടെ മേലെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു ദേഷ്യം നീ ഗാന്ധിയെ കൊലപ്പെടുത്തിയിട്ട് അങ്ങ് തീർത്തല്ലേ? എന്നാലും പാണ്ഡ്യ, അല്ല സാറേ നിങ്ങൾ എന്താ പറയുന്നേ? ഗാന്ധി അങ്ങേര് കൊല്ലപ്പെട്ടുന്നോ? എനിക്ക് അയാളുടെ മേലെ ദേഷ്യം ഉണ്ടായിരുന്ന കാര്യം ശരിയാ, എന്നാൽ അയാളെപ്പോലൊരു മല്ലനെ കൊല്ലാനും മാത്രം ധൈര്യം എനിക്കില്ല സാറേ.
ഇൻസ്പെക്ടറിന്റെ സംശയം എന്താ, ആ ഒരു ബോഡി പാർട്സ് എന്തായാലും ഗാന്ധിയുടേതായിരിക്കുന്നല്ലേ. എന്നാൽ പാണ്ഡെ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. അപ്പോൾ അസിസ്റ്റന്റ് ഓഫീസർ പറയുന്നുണ്ട്, സാറേ എനിക്ക് ഇയാളുടെ മേലെ തന്നെ സംശയം. എന്നാൽ ഇൻസ്പെക്ടർ എനിക്ക് അയാളെ കണ്ടിട്ട് തോന്നുന്നില്ല, തൽക്കാലം അയാൾ പറഞ്ഞു വിട്ടേക്ക്, നമുക്ക് വേണ്ടപ്പോൾ വിളിപ്പിക്കാം. അങ്ങനെ അടുത്ത സീനില് ഓൾറെഡി കുറേയധികം ബോഡി പാർട്സുകൾ കിട്ടിയില്ലേ. എന്നാൽ ആ ഒരു സ്ഥലത്തിന്റെ കുറച്ച് അകലെ നിന്നിട്ട് ആ ഒരു ബോഡിയുടെ ഒക്കെ മിസ്സായ തലയും കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ഇനിയിപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ. സാറേ അതിലൊരു പ്രശ്നമുണ്ട്, കാരണം എല്ലാ തലയിലെ കത്തിച്ച് കരിച്ചു കളഞ്ഞിട്ടുണ്ട്. അതായത് കൊല്ലപ്പെട്ടത് ആരാണെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കൊലയാൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ DNA ടെസ്റ്റിനോ അല്ലെങ്കിൽ ഫേസ് റിക്കവറി ടെസ്റ്റിനോ അയക്കേണ്ടി വരും. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ ഓൾറെഡി അസിസ്റ്റൻസിനോട് രമ്യയുടെ കോൾ ലോഗുകൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കോൺസ്റ്റബിൾ പറയുന്നത്, സാറേ രമ്യ ഗൗതം എന്ന് ഏതോ ഒരാളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ ഒരു കാര്യം ചെയ്യ്, ആ ഗൗതമിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസ് അയക്കി. അങ്ങനെ ഇൻസ്പെക്ടർ ആ ഒരു അഡ്രസ്സ് തേടി പിടിച്ചിട്ട് ഗൗതമിന്റെ വീട്ടിലെത്തുന്നുണ്ട്. ഗൗതം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലാബിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അതേ ഹോസ്പിറ്റലാണ് നമ്മുടെ രമ്യയും നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ, അല്ല ഗൗതമേ, നീയും രമ്യയും തമ്മിൽ എങ്ങനത്തെ പരിചയം എന്ന് ചോദിച്ചാല് ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്താ വർക്ക് ചെയ്യുന്നത്. അല്ല ഗൗതമേ, നീ ഇതാരോടാ കഥ ഇറക്കുന്നത്? ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളുകള് മണിക്കൂറുകൾ സംസാരിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. നിന്റെയും രമ്യയുടെയും കോൾ ലോഗ് ചെക്ക് ചെയ്തപ്പോ നിങ്ങള് മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പൊന്നുമോനെ, നീ സത്യം പറയുന്നോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചി കുത്തൂതി ചോദിക്കണോ? അപ്പോൾ പണി പാളെന്ന് ഉറപ്പായപ്പോ ഗൗതം എന്താണ് സംഭവിച്ചത് ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അതായത് ഗൗതം പലപ്പോഴും രമ്യയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴൊക്കെ അവളോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവളൊന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ അവൾ നേരെ ലാബിലേക്ക് വന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പൊ ഞാനും പറഞ്ഞു, ലാബ് പിന്നെ ടെസ്റ്റിനല്ലേ, എന്താ ടെസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ രമ്യ, അതെന്താന്ന് ഞാൻ പറയാം, പക്ഷേ ഇത് സീക്രട്ട് ആയിരിക്കണം, നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറൊരാളും അറിയാൻ പാടില്ല. അപ്പൊ അതിന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴാണ് അവരൊരു ടിഷ്യൂ പേപ്പർ തന്നിട്ട് അതിൽ സ്പേമിന്റെ അംശം ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ശരിക്ക് ആ ഒരു ടിഷ്യൂല് കുറച്ച് ഡസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൽ സ്പേമിന്റെ അംശം ഉണ്ടെന്ന് ഞാൻ വെറുതെ അങ്ങ് തട്ടിവിട്ടു. കാരണം രമ്യ അവൾ എന്താ മറയ്ക്കുന്നത് എന്നറിയണല്ലോ. അങ്ങനെ രമ്യ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ സ്പേമിന്റെ അംശമുണ്ട്. അപ്പോൾ രമ്യ സ്വയം പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ കരുതിയതാ, അതുപോലെ സംഭവിച്ചു. അത് കേട്ടപ്പോൾ ഗൗതം, അല്ല എന്താ സംഭവിച്ചേ, എന്നോട് പറയാൻ പറ്റുകയാണെങ്കിൽ മതി. അങ്ങനെ രമ്യ കാര്യം പറയാണ്. അതായത് രമ്യക്ക് കുറച്ച് നാളായിട്ട് സംശയം ഉണ്ടായിരുന്നു തന്റെ ഹസ്ബൻഡ് ഗാന്ധിയും അതുപോലെ വീട്ടിൽ ജോലി ചെയ്യുന്ന ചെല്ലമ്മയായിട്ട് ഒരു അഫയർ ഉണ്ടെന്ന്. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടിഷ്യൂ ടെസ്റ്റ് ചെയ്തത്. അങ്ങനെ അവളുടെ സങ്കടം പറയുമ്പോൾ നമ്മുടെ ഗൗതമില്ലേ അവളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ അവളായിട്ട് പതിയെ ക്ലോസ് ആവുന്നുണ്ട്. എന്നാലും ശരിക്കും ആ ഒരു ടിഷ്യൂല് അങ്ങനെ ഒരു സ്പേം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഒരിക്കൽ രമ്യ പറയുന്നുണ്ട്, അവരുടെ ഇടയിലുള്ള ആ ഒരു അഫയറില്ലേ അതൊന്ന് കണ്ടുപിടിക്കണല്ലോ. അപ്പൊ ഗൗതം, അത് എളുപ്പമല്ലേ, അതിന് എന്റെ അടുത്തൊരു വഴിയുണ്ട്. അതായത് സീക്രട്ട് ആയിട്ടുള്ള ചില ക്യാമറകൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സംശയിക്കുന്ന പോലെ അവർ തമ്മിൽ ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും, എവിഡൻസും കിട്ടുമല്ലോ. അങ്ങനെ രമ്യ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഗൗതമില്ലേ ആ വീട്ടിൽ പല സ്ഥലത്തായിട്ട് ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ചു നാള് ആ ഒരു ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ അവരുടെ ഇടയിൽ അങ്ങനെ ഒരു അഫയർ ഉള്ളതായിട്ട് കണ്ടെത്താനേ പറ്റിയില്ല. കുറെ നാള് ഹോസ്പിറ്റലിൽ വെച്ച് രമ്യയെ കാണാറുണ്ടെങ്കിലും അവള് സംസാരിക്കാറുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഈ ഒരു വിഷയത്തിനാണ് അവള് സംസാരിച്ചു തുടങ്ങിയത്. എന്നാൽ ക്യാമറയിൽ പ്രത്യേകിച്ച് സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവള് ഞാനുമായിട്ടുള്ള സംസാരം പതിയെ കുറച്ചു. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്നാൽ ഓൾറെഡി ഞാനത് പ്രതീക്ഷിച്ചതാ. അതുകൊണ്ട് ആ വീട്ടിന്റെ ഹാളിലും റൂമിലും മാത്രമല്ല ഞാൻ ക്യാമറ സെറ്റ് ചെയ്തേ, അവരുടെ ബാത്റൂമിലടക്കം ഞാൻ ക്യാമറ സെറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കൽ രമ്യ കുളിക്കുന്ന ആ ഒരു വിഷ്വൽ വരെ അവൻ ക്യാപ്ചർ ചെയ്തെടുത്തു വെക്കുകയാണ്. കാരണം ഗൗതമിന്റെ ആഗ്രഹത്തിന് അവള് വഴങ്ങിയിട്ടില്ലെങ്കിൽ ആ വീഡിയോ വെച്ചിട്ട് അവളെ ഭീഷണിപ്പെടുത്താലോ. കുറച്ച് നാൾ കഴിഞ്ഞിട്ടും അവളുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ടും കാണാതായപ്പോ ഗൗതമില്ലേ ആ ഒരു വീഡിയോ രമ്യക്ക് അയച്ചു കൊടുക്കാണ്. അത് കണ്ട് അവള് വല്ലാതെ ഷോക്കായിട്ട്, നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ എല്ലാ കാര്യം പറഞ്ഞ, നീ എന്നെ സഹായിക്കുന്ന കരുതിട്ട് നീ എന്നെ ചതിക്കായിരുന്നല്ലേ, നിന്റെ ഉദ്ദേശം എന്താ, നിനക്ക് എന്താ വേണ്ടേ? അപ്പൊ ഗൗതം, എനിക്ക് നേരിട്ട് നിന്നോട് ചില കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോ ഓൾറെഡി രമ്യയില്ലേ അവളുടെയും ഹസ്ബൻഡിന്റെ ഇടയിലുള്ള ആ ഒരു ഫാമിലി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ, അതുവരെ അവൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോൾ റെക്കോർഡ് അതുപോലെ നേരത്തെ വീഡിയോ ഇതൊക്കെ സോഷ്യൽ മീഡിയയില് പുറത്തെത്തിക്കഴിഞ്ഞാൽ നിനക്കും നിന്റെ ഫാമിലിക്കും തല ഉയർത്താൻ പറ്റില്ല. അപ്പോൾ അതൊന്നും വേണ്ടെങ്കിൽ എന്റെ ആഗ്രഹത്തിന് നീ സഹകരിച്ചാൽ മതി. എന്നാൽ രമ്യ അവൾക്ക് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല. എനിക്കൊന്ന് ചിന്തിക്കാൻ കുറച്ച് സമയം വേണം. അതിനെന്താ, ആയിക്കോട്ടെ, ടൈം എടുത്ത് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. അതും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഏതോ 2 പയ്യന്മാരില്ലേ ഗൗതമിന്റെ വീട്ടിലേക്ക് വരികയാണ്. അതിൽ ഒരുത്തനില്ലേ ആ വീടിന്റെ വാതിൽ അടയ്ക്കുന്നുണ്ട്. മറ്റൊരു പയ്യൻ ഗൗതമിന്റെ ലാപ്ടോപ്പ് ഫോണൊക്കെ എടുക്കുകയാണ്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ അയച്ചത് ആ രമ്യല്ലേ? എന്നിട്ട് ആ റൂമൊക്കെ എന്തോ അരിച്ചു പെറുക്കുന്നുണ്ട്. എന്നാൽ ഗൗതം ചോദിച്ചതിന് ഒരു മറുപടിയും പറയാതെ അവരോട്
അവരെല്ലാവരും തിരിച്ചു പോവാണ്. എന്നാൽ പോകുന്നതിനുള്ളില് ഗൗതമിന്റെ ഒരു വിരൽ മുറിച്ചു കളഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ പ്രസന്റിലെ ഗൗതം ഇൻസ്പെക്ടറിനോട് പറയുന്നുണ്ട്, സാറേ അന്ന് അവന്മാരെന്റെ വീട്ടിലേക്ക് അയച്ചില്ലേ, അത് ഉറപ്പായിട്ട് രമ്യ തന്നെയാ. അത് കേട്ടപ്പോ ഇൻസ്പെക്ടറിലെ അങ്ങനെ ഷോക്കായി പോകുന്നുണ്ട്. കാരണം ഇതുവരെ കണ്ട രമ്യയുടെ മുഖമല്ല ഇപ്പൊ കാണുന്നേ. അല്ല ഗൗതമേ, നിന്റെ ഒരു വിരൽ അവര് മുറിച്ചെന്ന് പറഞ്ഞിട്ട് താനെന്താ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാത്തെ? അല്ല സാറേ, കംപ്ലൈന്റ് ചെയ്താല് എന്റെ വിരൽ മുറിക്കാനുള്ള കാരണം ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് കൂടി പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാ സാറേ ഞാൻ ഒന്നും പറയാതിരുന്നേ. എനിക്ക് ഉറപ്പാ രമ്യയുടെ ഹസ്ബൻഡ് ഗാന്ധിയെ അവള് തന്നെയാ കൊലപ്പെടുത്തിയെ. അപ്പൊ ഇൻസ്പെക്ടർ, അല്ല നിന്റെ വീട്ടിലേക്ക് 2 പയ്യന്മാര് വന്നു പറഞ്ഞില്ലേ, അവന്മാർ ആരാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നോ? മരിച്ചാൽ ഞാൻ മറക്കുവോ? അവരെ കണ്ടാല് ഉറപ്പായി ഞാൻ പറയാം സാറേ. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലേ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ രമ്യയുടെ വീട്ടിലേക്കാണ്. ഓൾറെഡി നമ്മുടെ ഇൻസ്പെക്ടർ ഒരു സംശയം ചോദിച്ചിരുന്നില്ലേ, അതായത് ഗാന്ധി കാണാത്തതിന് പിന്നിലെ ആരെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോന്ന്. എന്നാൽ രമ്യയെ ഭീഷണിപ്പെടുത്തിയ ഗൗതമിന്റെ പേര് ഒരിക്കലും അവൾ പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഗൗതം രമ്യയോട് ചെയ്ത എല്ലാ കാര്യവും അവൾ ഒളിപ്പിച്ചു വെച്ചില്ലേ. അപ്പോ അല്ല രമ്യ, നിന്നോട് ഗൗതം ചെയ്ത ഒരു കാര്യം നീ എന്തിനോട് പറയാത്തെ? സാറേ, അത് പ്രതീക്ഷിക്കാതെ പറ്റിയൊരു അപകടം, അതുകൊണ്ട് അത് പറയാതിരുന്നേ. എന്നാൽ എന്റെ ഹസ്ബൻഡ് കാണാതായത് തമ്മിൽ അവന് ഒരു ബന്ധമുണ്ടോ ചാൻസ് ഇല്ല. അപ്പൊ ഇൻസ്പെക്ടർ, ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനല്ലേ പറയണ്ടേ? അല്ല നിന്റെയും ഗൗതമിന്റെ ഇടയില് ശരിക്ക് എന്തായിരുന്നു പ്രശ്നം, അതൊന്ന് പറയാൻ പറ്റുമോ? ഒരിക്കൽ രമ്യയുടെ അനിയത്തി ആശയില്ലേ, അവളൊരു പുതിയ വീട് മാറ്റിണ്ടായിരുന്നു. അപ്പോൾ രമ്യ ഹസ്ബൻഡ് ഗാന്ധിയോട് നമുക്കും അതുപോലെ ഒരു പുതിയ വീട്ടിലേക്ക് മാറിയാലോ, ഓൾറെഡി ഈ ഒരു വീടിന്റെ ലോണ് തന്നെ അടച്ചു തീർന്നിട്ടില്ല, പിന്നെ അതിന്റെ ഇടയിൽ പുതിയ വീടോ? നിനക്ക് വേറെ ഒന്നും പറയാനില്ല, നിനക്ക് എപ്പോഴും പണവും പുതിയ വീടും ഒരു സമാധാനം തരരുത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ആയിട്ട് ദേഷ്യം പിടിച്ച് ഗാന്ധിയിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. എന്നാൽ അവരുടെ ഇടയിലുള്ള ആ ഒരു സൗന്ദര്യ പണക്കം പതിയെ കൂടുമായിരുന്നു. രണ്ടുപേരുടെ ഇടയിലുള്ള സംസാരം കുറയാൻ തുടങ്ങി. അങ്ങനെ ഇടക്കിടക്ക് ചെറിയ കാര്യങ്ങൾക്ക് വീണ്ടും വീണ്ടും ആർഗ്യുമെന്റ് ഇടാൻ തുടങ്ങി. അങ്ങനെ ഗാന്ധിയിലെ പഴയ പോലെ തന്നെ ദേഷ്യത്തില് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. ആ ഒരു കാഴ്ചക്ക് ജോലിക്കാരി ചെലമ കണ്ടപ്പോ, അല്ല ചേച്ചി എന്തിനാ വെറുതെ ചേട്ടനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്നാൽ രമ്യ, നീ അങ്ങേര് ചെയ്തൊന്നും കണ്ടിട്ടില്ലല്ലോ, അതിനെക്കുറിച്ച് അറിയാത്തോണ്ടാ നിനക്ക് എങ്ങനെയൊക്കെ തോന്നുന്നേ. എന്നാൽ രമ്യയുടെയും ഗാന്ധിയുടെ ഇടയില് എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായാലും അപ്പോഴൊക്കെ ചെലമ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ സംസാരിക്കുക. എന്നാൽ രമ്യക്ക് അത് തീരെ ഇഷ്ടാവുന്നില്ല. അവളുടെ ആ ഒരു അനിഷ്ടയില് നമ്മുടെ ചെല്ലമ്മയോട് തന്നെ അവൾ തുറന്നു പറയുന്നുണ്ട്, നീ ഇവിടെ ജോലിക്ക് വന്നതല്ലേ, ആ ജോലി മാത്രം ചെയ്താൽ മതി, എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാൽ അങ്ങനെ ഇരിക്കുകയാണ് തൊട്ടടുത്തുള്ളൊരു നെയ്ബർ ലേഡി പറയുന്നത്, അല്ല രമ്യ, നിന്റെ ഹസ്ബൻഡ് ഗാന്ധിയുടെ കൂടെ ജോലിക്കാരി ചെല്ലമ്മ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി പോകുന്ന കണ്ടല്ലോ, എന്നാൽ എന്തിനാ അവരങ്ങോട്ട് പോയതെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ആ ഒരു നെയ്ബർ പറഞ്ഞ ശേഷമാണ് രമ്യയുടെ ഉള്ളിൽ ഒരു സംശയം വരുന്നത്, ഇനിയിപ്പോ അവരുടെ ഇടയിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവുമോ? അപ്പോഴാണ് നമ്മുടെ ഗാന്ധിയുടെ വീട്ടില് ചെല്ലമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ അവളുടെ കൈ തട്ടിയിട്ട് ഒരു ബോട്ടിൽ താഴെ വീഴാണ്. അതൊരു മുളക് പൊടിയുടെ ബോട്ടിലായിരുന്നു. ആ സൗണ്ട് കേട്ടപ്പോ ഗാന്ധി, അല്ല എന്താ പറ്റിയേ? അപ്പോൾ ആ ഒരു മുളക് പൊടി നമ്മുടെ ഗാന്ധിയുടെ മൂക്കിൽ അടിച്ചു കയറുകയാണ്. അപ്പോൾ ഒരു ടിഷ്യൂ എടുത്തിട്ട് ആ ഒരു മൂക്ക് ചീന്തിട്ട് ഒരു ഡസ്റ്റ്ബിനിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നാൽ അത് താഴെ വീണു പോവാണ്. അപ്പോഴാണ് പുറത്തു പോയിട്ട് രമ്യ വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് ചെല്ലമ്മയോട് എന്താ പറ്റാന്ന് ചോദിക്കുമ്പോൾ, അത് ചേച്ചി ഒരു ബോട്ടിൽ പൊട്ടിപ്പോയതാ. എന്നാൽ രമ്യയുടെ മനസ്സ് പറയുന്ന വേറെയാണ്. അതായത് അവൾ ഇതുപോലെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഗാന്ധി പിന്നാലെ വന്നിട്ട് അവളെ ഹഗ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരിക്കൽ ഇതുപോലെ ബോട്ടിൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അതുപോലെയാണെങ്കിലോ? അപ്പോഴാണ് നിലത്ത് കിടക്കുന്ന ടിഷ്യൂ പേപ്പർ കാണുന്നത്. അല്ല ചെല്ലമ്മ, ടിഷ്യൂ പേപ്പർ ഡസ്റ്റ്ബിനിടാൻ നിനക്ക് അറിയില്ലേ? അത് ചേച്ചി, അത് ഞാൻ യൂസ് ചെയ്തതല്ല, സാറ് യൂസ് ചെയ്തതാ. അപ്പോഴാണ് രമ്യക്ക് വീണ്ടും സംശയം വരുന്നത്. അതായത് രമ്യയുടെയും ഗാന്ധിയുടെ ഇടയിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായി കഴിഞ്ഞാല് രമ്യ ബാത്റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാറാണ്. എന്നാൽ ഗാന്ധി പലപ്പോഴും ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാറാണ്. ഇനിയിപ്പോ അതുപോലെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്താണെങ്കിലോ? അങ്ങനെ ആ ഒരു സംശയം തീർക്കാനാണ് ആ ഒരു ടിഷ്യൂ ഗൗതമിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചത്. എന്നാൽ ഗൗതം ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യായിരുന്നില്ലേ. അതിനുശേഷമല്ലേ അവര് ക്യാമറ സെറ്റ് ചെയ്യുന്നത്. എന്നാലും ക്യാമറയിൽ ചെക്ക് ചെയ്തപ്പോൾ അവരുടെ ഇടയിൽ അങ്ങനെ പ്രത്യേകിച്ച് സംശയം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ലല്ലോ. അവരവരുടെ ജോലി മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചിലപ്പോ എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും. അങ്ങനെ രമ്യയുടെയും ഗാന്ധിയുടെ ഇടയിൽ സമാധാനത്തിൽ വീണ്ടും ലൈഫ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞു വന്ന ഗൗതമില്ലേ നമ്മുടെ രമ്യയെ ഭീഷണിപ്പെടുത്തുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാന്നറിയാതെ ഭയന്ന് നിൽക്കുകയായിരുന്നു. അപ്പൊ ഇൻസ്പെക്ടർ, ആഹാ അതുകൊണ്ടായിരിക്കുമല്ലേ 2 പയ്യന്മാരെ ഗൗതമിന്റെ വീട്ടിലേക്ക് അയച്ചിട്ട് അവന്റെ വിരൽ വെട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ എവിഡൻസും കളക്ട് ചെയ്യിപ്പിച്ച്. അപ്പൊ രമ്യ, സാറേ ഇതേ കാര്യം തന്നെയാ ആ ഗൗതം എന്നോട് പറഞ്ഞേ. എന്നാൽ അവൻ പറഞ്ഞ പോലെ ആ പയ്യന്മാരാരെന്ന് എനിക്ക് അറിയില്ല, അവരുമായിട്ട് എനിക്ക് ഒരു കണക്ഷനും ഇല്ല. സാറേ അങ്ങനെ ഹെൽപ്പിന് ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഹെൽപ്പിന് ആ ഗൗതമിനെ വിളിക്കണോ? സാറേ നിങ്ങൾ സംശയിക്കുന്ന പോലെ ഞാനല്ല അതൊന്നും ചെയ്തേ. അപ്പൊ ഇൻസ്പെക്ടർ, നിങ്ങൾ പല കാര്യങ്ങളും എന്നോട് മറച്ചു വെച്ചതാ, ഈ പറയുന്നതെങ്കിലും സത്യമാണോ? ഇത് സത്യം സാറേ. അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടറിനെ തന്റെ അസിസ്റ്റന്റ് വിളിക്കുന്നത്. അതായത് ഗാന്ധി ഫോൺ ലൊക്കേഷനൊക്കെ തെരഞ്ഞു പോയപ്പോ അവസാനം ആ ഒരു ഫോണിലെ ഒരു ബാറിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് കിട്ടിയ. എന്നാൽ അവനെ ചോദ്യം ചെയ്തപ്പോ അവൻ പറഞ്ഞത് വേറെ ഏതോ ഒരാളാണ് അവൻ ആ ഫോൺ വിറ്റെന്നാണ്. അപ്പോൾ ആ ഒരു ഫോൺ അവന് വിറ്റതാരാണ്, അയാളെ കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാരാണെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയാൽ ഉടനെ ഞാൻ സാറിനോട് പറയാമെന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ഫോൺ വെക്കുകയാണ്. ഓൾറെഡി നമ്മുടെ അസിസ്റ്റന്റിനോട് ആ ഒരു ബാറിൽ ജോലി ചെയ്യുന്ന പയ്യനില്ലേ, അവൻ പറഞ്ഞിട്ടുണ്ട്, സാറേ ഇടക്കിടക്ക് ആ ഫോൺ തന്ന ആളില്ലേ ബാറിലേക്ക് വരാറുണ്ട്, അപ്പോൾ ഇന്നും വരും, അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോലീസ് അയാളെ പിടിക്കാൻ അവിടെ
അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ബാറിലേക്ക് മദ്യപിക്കാനായിട്ട് പാണ്ഡ്യ വരുന്നത്. അപ്പൊ പയ്യനും സാറേ ഇയാളാ എനിക്ക് ഫോൺ വിറ്റേ. അങ്ങനെ നമ്മുടെ പാണ്ഡ്യയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് പാണ്ഡ്യ, ആ ബാറിൽ ജോലി ചെയ്യുന്ന പയ്യനെ താനൊരു ഫോൺ വിറ്റില്ലേ, ആ ഫോൺ ആരതെന്നറിയോ? ഇൻസ്പെക്ടർ ഗാന്ധി അങ്ങേരുതാ. അതെങ്ങനെയാടാ തന്റെ കയ്യിലെത്തിയേ? അപ്പൊ പാണ്ഡ്യ സാറ് അതെനിക്ക് അറിയില്ല, ഞാൻ അവന് വിറ്റ ഫോണില്ലേ അതെന്റെ ഭാര്യയുടെ തരുന്നു. മദ്യപിക്കാൻ പൈസ ഇല്ലാതായപ്പോ വീട്ടിൽ നിന്ന് ആ ഫോൺ എടുത്ത് ഞാൻ വിറ്റതാ. ഇനിയിപ്പോ പാണ്ഡ്യ പറയുന്ന സത്യം തന്നെയാണെന്ന് അറിയണമെങ്കിൽ അങ്ങയുടെ ഭാര്യ ചെല്ലമ്മ വിളിച്ച് ചോദിക്കണ്ടേ. അങ്ങനെ ചെല്ലമ്മയെ വിളിപ്പിച്ച് ചോദിക്കുന്നുണ്ട്. ചെല്ലമ്മ, നിനക്കും രമ്യയുടെ ഹസ്ബൻഡ് ഗാന്ധിയുടെ ഇടയിലെ ഒരു റിലേഷൻ ഉള്ള പോലെ അവർ സംശയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ രമ്യയ്ക്ക് വ്യക്തമായിട്ടുള്ള തെളിവ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ നിന്റെ ഹസ്ബൻഡ് പാണ്ഡ്യയിലെ ഗാന്ധിയുമായിട്ട് നീ വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സത്യം പറ, നിന്റെയും ഗാന്ധിയുടെ ഇടയിൽ അങ്ങനെ വല്ല അഫയർ ഉണ്ടായിരുന്നോ? അപ്പോ ചെല്ലമ്മ മടിച്ച് പറയുന്നുണ്ട് സാറേ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പോ രമ്യ സംശയിച്ച പോലെ ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇൻസ്പെക്ടർ അല്ല ചെല്ലമ്മ, നിന്റെ കയ്യിൽ എങ്ങനെയാ ഗാന്ധിയുടെ ഫോൺ വന്നേ? അത് സാറേ അങ്ങേര് തന്നെയാ ഒരു ദിവസം എന്നോട് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ തന്നെ. അപ്പൊ ഇൻസ്പെക്ടർ അല്ല നിന്റെയും ഗാന്ധിയുടെ ഇടയിൽ എങ്ങനെയാ ഒരു അഫയർ സ്റ്റാർട്ടായത്? അതായത് രമ്യക്ക് കുറെ നാളായിട്ട് സംശയം ഉണ്ടായിരുന്നില്ലേ, എന്നാൽ ക്യാമറ വെച്ച് ചെക്ക് ചെയ്തിട്ടൊന്നും അവരുടെ ഇടയിൽ അഫയർ ഉള്ളതായിട്ട് കണ്ടെത്താൻ പറ്റില്ലല്ലോ. എന്നാലും രമ്യയുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാതെ ചെല്ലമ്മയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്. അങ്ങനെ ഇരിക്കുകയാണ് അവിചാരിതമായിട്ട് പബ്ലിക്കിൽ വെച്ചിട്ട് ഒരിക്കൽ ചെല്ലമ്മ ഗാന്ധിയെ കാണുന്നത്. അപ്പൊ ഗാന്ധി അല്ല ചെല്ലമ്മ, എന്താ പെട്ടെന്ന് ജോലി നിർത്തിയിട്ട് വേറെ എവിടെയോ ജോലി കിട്ടിയെന്ന് പറഞ്ഞു? ഇല്ല സാറേ, ഞാൻ വേറെ എവിടെയും ജോലിക്ക് പോയതല്ല, രമ്യ മേഡം അവരാണ് ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞേ. എന്നാൽ രമ്യ അവൾ എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. കുറച്ച് നാളായിട്ട് അവളുടെ സ്വഭാവം എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാം പതിയെ ശരിയാവുന്നു. ചെല്ലമ്മ ഗാന്ധിയെ സമാധാനിപ്പിച്ചിട്ട് അവര് രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്ക് പോയതാണ്. അങ്ങനെ ഒരിക്കൽ ചെല്ലമ്മ അവളുടെ വീട്ടിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു കോള് വരികയാണ്. നോക്കുമ്പോ ഗാന്ധിയാണ്. ഗാന്ധി മറുഭാഗത്തുനിന്ന് വല്ലാതെ കരയാണ്. അപ്പൊ ചെല്ലമ്മ അല്ല സാറേ എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ കുറച്ച് നാളായിട്ട് അവളുടെ സ്വഭാവത്തിൽ എന്തോ മാറ്റേണ്ടത്. രമ്യ അവൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ അവളുടെ ഫോണ് ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തതാ. അപ്പോഴാണ് അവൾക്ക് ഗൗതം എന്ന ഏതോ ഒരുത്തനായിട്ട് ഒരു റിലേഷൻ ഉള്ളത് ഞാൻ കാണുന്നേ. അവൻ അവളുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. രമ്യ അവളെന്നെ ചതുക്കിയിരുന്നു. അപ്പോ ചെല്ലമ്മയിലെ ഗാന്ധിയെ സമാധാനിപ്പിക്കുകയാണ്. അതേ സമയത്ത് ചെല്ലമ്മയുടെയും ഹസ്ബൻഡ് പാണ്ഡ്യയുടെ ഇടയിലുള്ള റിലേഷനാണ് നമ്മൾ കാണുന്നത്. പാണ്ഡ്യയാണെങ്കിൽ എപ്പോഴും കുടിച്ചു കിറങ്ങിയിട്ട് തീരെ സ്വഭാവത്തില്ലാതെയാണ് വീട്ടിലേക്ക് വന്ന് കയറുന്നത്. എന്നാൽ വീട്ടിലെത്തിയാലും വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല ജോലിക്ക് പോലും കുറവാണ്. അവിടെ ആരെയൊക്കെ കാണുന്നുണ്ടോ അവരോടൊക്കെ പണം കടം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പൈസ കിട്ടിയാൽ ആ പൈസ കൊണ്ട് കുടിച്ചു കിറങ്ങിയിട്ട് എവിടെയെങ്കിലൊക്കെ വീണ് കിടക്കും. ചിലപ്പോൾ റോട്ടിലായിരിക്കും, ചിലപ്പോൾ വല്ല കടയുടെ മുമ്പിലായിരിക്കും. പാണ്ഡ്യയുടെ മദ്യപാനം കൊണ്ട് ജോലി പോയതുകൊണ്ട് തന്നെ മദ്യപിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വീട്ടില് എന്ത് കിട്ടിയാലും അതും കട്ടെടുത്ത് വിറ്റിട്ട് ആ പൈസക്കും കുടിച്ചു നടക്കാണ്. എന്നാൽ ചെല്ലമ്മ എത്ര പറഞ്ഞാലും പാണ്ഡ്യ ചെവി കൊടുക്കാറുണ്ടായിരുന്നില്ല. ജീവിതം പതിയെ മടുത്തു തുടങ്ങിയ സമയത്താണ് ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതും. ചെല്ലമ്മ തന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഗാന്ധി സമാധാനിപ്പിക്കും, ഗാന്ധിയുടെ പ്രശ്നം പറയുമ്പോൾ ചെല്ലമ്മയെ സമാധാനിപ്പിക്കും. അങ്ങനെയാണ് അവരുടെ ഇടയിൽ ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ആവുന്നതും പതിയെ അവരുടെ ഉള്ളിൽ ഒരു അടുപ്പ് ഉണ്ടാവാണ്. അങ്ങനെ ഫോണിൽ മാത്രം സംസാരിച്ചിരുന്നവരില്ലേ പതിയെ പുറത്തു വെച്ച് മീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ അതിനിടയിലാണ് ഒരിക്കൽ പാണ്ഡ്യയിലെ ചെല്ലമ്മയെ വല്ലാതെ ഉപദ്രവിച്ചിട്ട് അവളുടെ തല പൊട്ടുന്നത്. അങ്ങനെ ചെല്ലമ്മയെ ഡോക്ടറെ കാണിക്കാന് ഗാന്ധിയായിരുന്നു അന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് നമ്മുടെ രമ്യയുടെ നെയ്ബറിലെ അവര് കണ്ടിട്ടുണ്ടായിരുന്നതും രമ്യയോട് പറഞ്ഞതും. അങ്ങനെ ചെല്ലമ്മ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്പെക്ടറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇൻസ്പെക്ടറിന് ഒരു കോള് വരുന്നത്. അതായത് ഗൗതം ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോ അന്ന് ഗൗതമിന്റെ വിരല് വെട്ടിയ 2 പയ്യന്മാരില്ലേ അവരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇൻസ്പെക്ടറിനോട് സാറേ ഒരു വീടിന്റെ മുകളിൽ അവന്മാർ 2 പേരുണ്ട്, ഇപ്പൊ വരികയാണെങ്കിൽ അവരെ ലോക്ക് ചെയ്യാം. അങ്ങനെ പോലീസ് ടീമിനെ അങ്ങോട്ടേക്ക് അയക്കാണ്. 2 പയ്യന്മാരും അവിടെ വെച്ച് ലോക്ക് ചെയ്യുന്നുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത പോലീസുകാരില്ലേ അവന്മാരെ നല്ല പഞ്ഞു കിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് വന്ന് ഇൻസ്പെക്ടർ അല്ല നിങ്ങൾ ഇത് എന്താ ചെയ്യുന്നത്? ഇത് ചെറിയ 2 പയ്യന്മാരല്ലേ, അതുപോലും നോക്കാതെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് കുറച്ച് സമാധാനത്തിൽ ചോദിക്കുക. എന്നിട്ട് അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? എന്നാൽ അവരൊന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം തന്നെ ഞാൻ ഓർഡർ ചെയ്യിപ്പിക്കാം. അങ്ങനെ അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടാണ് ഇൻസ്പെക്ടർ അവിടുന്ന് തിരിച്ചു പോകുന്നത്. അതായത് ഇൻസ്പെക്ടറിനറിയാം ഒരാളുടെ വിരൽ വെട്ടാൻ മാത്രം ധൈര്യമുണ്ടെങ്കിൽ ഇനിയിപ്പോ അവന്മാരെ എങ്ങനെയൊക്കെ പഞ്ഞു കിട്ടാലും അവന്മാരുള്ള സത്യം പറയാൻ പോകുന്നില്ല. അപ്പോ കുറച്ച് സ്നേഹത്തോടെ ചോദിച്ചു നോക്കാം. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ട് ഇൻസ്പെക്ടർ പറഞ്ഞ പോലെ തന്നെ അസിസ്റ്റൻസ് അവരോട് വളരെ സമാധാനത്തിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഉള്ള കാര്യം പറഞ്ഞാല് നിങ്ങൾ വെറുതെ വിടും, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോ സത്യം പറ, നിങ്ങളോട് രമ്യ പറഞ്ഞിട്ടല്ലേ ഗൗതമിന്റെ വിരൽ നിങ്ങൾ വെട്ടിയ? എന്നാൽ അവര് പറയുന്നുണ്ട് ഇല്ല സാറേ അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ശരിക്കും അന്ന് എന്താ സംഭവിച്ചെന്നറിയോ? അങ്ങനെ നടന്ന യഥാർത്ഥ ഫ്ലാഷ് ബാക്ക് പറയാണ്. അതായത് രമ്യയും ഗൗതമും ഓൾറെഡി ചാറ്റ് ചെയ്തതൊക്കെ ഒരിക്കൽ ഗാന്ധി കണ്ടിരുന്നില്ലേ, അതിനുശേഷമല്ലേ ഗാന്ധിയുടെയും ചെല്ലമ്മയുടെ ഇടയിൽ ഒരു റിലേഷൻ ഉണ്ടായത്. അപ്പോൾ അന്ന് ഫോണില് ആ ഒരു ചാറ്റും വീഡിയോയും കണ്ടപ്പോ ഗാന്ധിയാണ് ഈ 2 പയ്യന്മാരെ അറേഞ്ച് ചെയ്തതും അവിടുന്ന് എവിഡൻസ് ഒക്കെ എടുത്തിട്ട് ഗൗതമിന്റെ വിരൽ മുറിച്ചുകളയാൻ പറഞ്ഞതും. അല്ല അപ്പൊ
ഗാന്ധിക്ക് ഇവന്മാരെങ്ങനെയാ പരിചയം എന്ന് വെച്ചാല് ഇവര് ഇടക്കിടക്ക് ഓരോ ചെറിയ അടിപിടി കേസൊക്കെ ഉണ്ടാക്കിയിട്ട് ജയിലിലാവാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പോലീസുകാരൻ ഗാന്ധിക്ക് പരിചയം വരുന്നത്. അപ്പോൾ ആ പയ്യന്മാരുടെ പേരിലുള്ള എല്ലാ കേസും ക്ലിയർ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞ പോലെ അവർ ആ ലാപ്ടോപ്പും ഫോണും എല്ലാ എവിഡൻസും അതുപോലെ ഗൗതമിന്റെ ആ ഒരു വിരളില്ലേ അതും എടുത്തിട്ട് വന്നിട്ട് ഗാന്ധിയുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. എന്നാൽ ഗാന്ധിയില്ലേ ഓൾറെഡി അവരോട് കേസ് ക്ലോസ് ചെയ്യാന്നും അതുപോലെ ഒരു എമൗണ്ടും പറഞ്ഞിരുന്നു. ആ ഒരു പൈസയുടെ പകുതി പൈസ കൊടുത്തിട്ടുള്ളൂ. അല്ല സാറേ ഇതെന്താ ഈ ഒരു ഫോണും ലാപ്ടോപ്പും നിങ്ങളുടെ കയ്യിൽ തരാതെ പുറത്ത് വിറ്റാൽ പോലും ഇതിൽ കൂടുതൽ പൈസ കിട്ടുമല്ലോ. എന്നാൽ ഗാന്ധി ആണെങ്കിൽ അങ്ങനെ തനി സ്വഭാവം കാണിക്കാണ്. ഗണ്ണും പുറത്തെടുത്തിട്ട് പൊന്നുമകളെ മര്യാദ കൊടുന്ന് വിട്ടോ, ഇല്ലെങ്കിൽ നെറ്റിയിൽ ബുള്ളറ്റ് ഇറങ്ങും, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കേണ്ടി വരും. എന്നാൽ ഗാന്ധി പറഞ്ഞു പറ്റിച്ചില്ലേ. ഉള്ളിൽ സങ്കടവും ദേഷ്യമൊക്കെയായിട്ട് അന്ന് അവരവിടെ തിരിച്ചു പോയതാണ്. എന്നാൽ പിന്നീട് പ്ലാൻ ചെയ്തിട്ട് ഗാന്ധിയെ തന്നെ അവർ തീർത്ത് കളഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് സാറേ ഞങ്ങളെ ചതിച്ച ആ ഗാന്ധിയില്ലേ ഞങ്ങൾ തന്നെയാ തുണ്ടും തുണ്ടാക്കി വെട്ടിയ. അപ്പോൾ അസിസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ രണ്ടുപേരുടെ ഫോണില് ഏതോ ഒരു ചേച്ചിയുടെ നമ്പർ ഉണ്ടല്ലോ, ആ ചേച്ചി ആരാ? അപ്പോൾ ആ ചേച്ചി ആരാന്നുള്ള ഫ്ലാഷ് ബാക്ക് അവർ പറയാണ്. അതായത് ഈ 2 പയ്യന്മാരില് ഒരുത്തന് പെട്ടെന്ന് വയറുവേദന എടുക്കുകയാണ്. കൊണ്ടുപോയി കാണിച്ചു നോക്കിയപ്പോൾ അപ്പൻഡിക്സ് ആണ്. എന്നാൽ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, എന്നാൽ മുതിർന്ന ഗാർഡിയനായിട്ട് ആരെങ്കിലും വേണം. എന്നാൽ അവർക്ക് 2 പേർക്കും അങ്ങനെ പറയാൻ ആരുമില്ല. അങ്ങനെ സങ്കടത്തില് അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ആ ഒരു കാഴ്ചയിലെ നമ്മുടെ ചെല്ലമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെല്ലമ്മ പറഞ്ഞത് നിനക്ക് ഓപ്പറേഷൻ വേണ്ടിയിട്ടല്ലേ, ഞാൻ ഗാർഡിയനായിട്ട് ഒപ്പിടാം. അങ്ങനെ ചെല്ലമ്മ സൈൻ ചെയ്ത് അവന് ഓപ്പറേഷൻ നടക്കുകയാണ്. വേറെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു ഓപ്പറേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിലും അവന്റെ കാര്യങ്ങൾക്ക് അവനെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ചെല്ലമ്മ തന്നെയായിരുന്നു. ആരും ഇല്ലാന്ന് കരുതിയ അവന് ഒരു ചേച്ചി കിട്ടിയ പോലെ അന്ന് മുതലേ ചെല്ലമ്മയെ അവൻ ചേച്ചിയായിട്ട് കണ്ടതാണ്. എന്നാൽ ഇവന്മാര് 2 പേരുടെയും പരിപാടി ചെറിയ ചെറിയ റൗഡിസം അതുപോലെ കളവൊക്കെയല്ലേ. എന്നാൽ അവര് ചെയ്യുന്ന എന്താണെന്ന് ഒരിക്കലും ചെല്ലമ്മയെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെല്ലമ്മയുടെ മുമ്പിൽ അവര് പറഞ്ഞത് അവര് കടയിൽ ജോലി ചെയ്യണമെന്നാണ്. അങ്ങനെ ചെല്ലമ്മ അവർ 2 പേരെയും ഒരു അനിയനായിട്ട് കണ്ടിട്ട് വീട്ടിലേക്ക് വിളിക്കാറുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് സാറേ ചെല്ലമ്മ ചേച്ചി അവരെ ചേച്ചിയെന്ന് അവരുടെ നമ്പർ ഫോണിൽ ഞങ്ങൾ സേവ് ചെയ്തേ. അപ്പോൾ അസിസ്റ്റൻസ് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ടർ വിളിച്ച് പറയുമ്പോൾ അങ്ങേര് പറയുന്നത് ആ 2 പയ്യന്മാര് പറഞ്ഞത് നിങ്ങൾ തൊള്ളതോടങ്ങ് വിഴുങ്ങിയോ, ഒരാളെ കൊലപ്പെടുത്തിയിട്ട് ഇത്ര ഈസി ആയിട്ട് അവന്മാര് സമ്മതിച്ചെന്നോ? അതൊന്നുമല്ല, അതിന്റെ പിന്നില് അവരെന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓൾറെഡി തുണ്ടായിട്ട് അവയവങ്ങൾ കിട്ടിയില്ലേ, ആ ഒരു ബോഡി ഗാന്ധിയുടെ തന്നെയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇൻസ്പെക്ടർ ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ഈ 2 പയ്യന്മാരില്ലേ ഗാന്ധി അങ്ങേര് മരണപ്പെടുന്ന സമയത്ത് വേറെ ആരുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു നമ്പർ അതാരെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം ഈ ഫേക്ക് സിം വെക്കില്ലേ അതുപോലൊരു സ്ഥലത്ത് നിന്നാണ് ആരോ സിം വാങ്ങിയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അങ്ങനെ ഫേക്കായിട്ട് സിം എവിടേക്ക് വെക്കുക, അതുപോലുള്ള കടകളൊക്കെ ലോക്ക് ചെയ്യാൻ നോക്ക്. അങ്ങനെ ഫേക്കായിട്ട് സിം വെക്കുന്നുണ്ട് എന്ന് സംശയം തോന്നുന്ന ഓരോ കടകളിൽ പോയിട്ട് നമ്മുടെ പോലീസ് ടീം അന്വേഷിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു കടക്കാരനില്ലേ അങ്ങനെ സമ്മതിക്കുകയാണ്, സാറേ നിങ്ങൾ പറയുന്ന ഈ ഒരു നമ്പർ അത് ഞാനാ കൊടുത്തേ. ഇനിയിപ്പോൾ ഇന്ന് സമ്മതിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സാറ് കണ്ടുപിടിച്ച് വരും. അതൊരു ഗുണ്ടക്കാ സാറേ ഞാൻ കൊടുത്തേ. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ആ ഒരു ഗുണ്ട അവൻ എവിടെ ഉണ്ടെങ്കിലും അവനെ ലോക്ക് ചെയ്യാൻ നോക്ക്. ആ ഒരു ഗുണ്ടയുടെ പേരാണ് രഘു. അങ്ങനെ അവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് പോലീസുകാരൻ ഗാന്ധി മരണപ്പെട്ട ദിവസം ഈ ഒരു നമ്പറിലേക്ക് ഈ സമയത്ത് നീ വിളിച്ചിട്ടുണ്ടല്ലോ. എന്നാലും രഘു സാറേ അത് എന്റെ നമ്പറല്ല, പൊന്നു മോനെ നീ ഫേക്കായിട്ട് സിം ഉണ്ടാക്കിയ കാര്യമൊക്കെ എനിക്കറിയാം, നീ കൂടുതൽ ഇളക്കാൻ നിൽക്കണ്ട, ഉള്ള കാര്യം പറ. അപ്പൊ രഘു സാറേ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു സിം വാങ്ങിയ കാര്യം സത്യ, പക്ഷെ അത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, ആ ഗാന്ധി സാറില്ലേ അങ്ങേര് പറഞ്ഞിട്ട് അങ്ങേർക്ക് വേണ്ടി വാങ്ങിയതാ. അപ്പൊ ഇൻസ്പെക്ടർ ഒരു കാര്യം ഉറപ്പാകുന്നുണ്ട്. അതായത് ആ 2 പയ്യന്മാരെ വെച്ചിട്ട് ഗാന്ധി എന്തോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിന് ഇനിയിപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അങ്ങേർക്ക് എന്തോന്ന് കണക്ട് ആയിട്ടുണ്ട്. അസിസ്റ്റൻസിനോട് ഉടനെ തന്നെ ആ ചെല്ലമ്മയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ ചെല്ലമ്മയിലെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ലോക്കപ്പിലുള്ള ആ 2 പയ്യന്മാരെ കാണുമ്പോൾ അവർ 2 പേരും കണ്ണിലൂടെ ഞങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ചേച്ചി തിടുക്കപ്പെട്ട് ഒരു കാര്യം പറയരുതെന്ന് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെല്ലമ്മയും ഒരിക്കലും പറയില്ലെന്ന് തലയാട്ടാണ്. അപ്പോൾ ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാ. അങ്ങനെ ഇൻസ്പെക്ടറില്ലേ ചെല്ലമ്മയെ തനിച്ച് ചോദ്യം ചെയ്യാന് ഉള്ളിലേക്ക് ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇനി ചെല്ലമ്മ പറയുന്ന എല്ലാ കാര്യവും റെക്കോർഡ് ചെയ്തെടുക്കാന് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ ആ 2 പയ്യന്മാരാണ് ഗാന്ധിയെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഗാന്ധി പറഞ്ഞ പൈസ കൊടുക്കാത്തതുകൊണ്ട് ആ ഒരു വാശി തീർക്കാനെന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു കാര്യം ഉറപ്പാ, ചെല്ലമ്മ നിനക്ക് വേണ്ടിയിട്ടാണ് ആ 2 പയ്യന്മാര് ഗാന്ധിയെ കൊലപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ, അതായത് നിനക്ക് ഗാന്ധി ഒരു അഫയർ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ഈ 2 പയ്യന്മാരായിട്ടും നിനക്ക് അഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അഫയർ ഗാന്ധി കണ്ടുപിടിച്ചപ്പോൾ ഗാന്ധി ഒരു പോലീസുകാരനല്ലേ, അവൻ ചിലപ്പോൾ നിന്നെ എന്തെങ്കിലും ചെയ്യുന്ന ഭയന്നിട്ട് അതിനുള്ളില് ഗാന്ധിയെ തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് നീ ആ പയ്യന്മാരെ ഏൽപ്പിച്ചതല്ലേ. അതിന് അമ്മമാരുടെ കൂടെ സപ്പോർട്ടിന് നീ ഉണ്ടായിരുന്നു. അവരുമായിട്ട് ഫോണിൽ നീ സംസാരിച്ച കാര്യമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ചിലവ് പറയുന്നുണ്ട് സാറേ നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നേ, അങ്ങനെയൊന്നുമല്ല. അപ്പൊ ഇൻസ്പെക്ടർ അങ്ങനെയല്ല എന്ന് പറഞ്ഞാല് പിന്നെ എങ്ങനെയാ നിന്റെ ഉള്ളിൽ കുഴിച്ചു മൂടിയിട്ടുള്ള ആ സത്യങ്ങളൊക്കെ പുറത്തു പറ. അപ്പൊ ചെലമ ഇനി എനിക്ക് പറ്റില്ല സാറേ, ഞാൻ എല്ലാം പറയാം. അതായത് ഗാന്ധിയുടെ രമ്യയുടെ ഇടയിൽ ചെറിയ സൗന്ദര്യ പണക്കുണ്ടായി. അവസാനം രമ്യയ്ക്ക് ഗാന്ധിയുടെ മേലെ സംശയം വന്നില്ലേ, അതിനുശേഷം ഗാന്ധി രമ്യം
രണ്ടുപേരും പതിയെ അകലെയായിരുന്നു. അതിനുശേഷമല്ലേ ചെല്ലമ്മയായിട്ട് ഗാന്ധിക്ക് റിലേഷൻ സ്റ്റാർട്ട് ആവുന്നത്. പലപ്പോഴും അവർ രണ്ടുപേരും പല സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഒരു ഹോട്ടലിലേക്ക് വരുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവർ ഇന്റിമേറ്റ് ആവാണ്. എന്നാൽ എല്ലാം സംഭവിച്ചതിന് ശേഷമാണ് ചെല്ലമ്മയുടെ ഉള്ളില് താനൊരു വലിയ തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു കുറ്റബോധം വരുന്നത്. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് പാണ്ഡ്യയുടെയും ചെല്ലമ്മയുടെ ഇടയിലുള്ള ആ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കാനായിട്ട് കുടുംബത്തിലെ മുതിർന്ന ആളുകളെ വിളിച്ചിട്ട് അവർ രണ്ടുപേരും അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ചെല്ലമ്മയോട് ഇനി ഒരിക്കലും നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കരുത്. അതുപോലെ പാണ്ഡ്യയോട് ഒരിക്കലും ഇനി നീ കുടിച്ചു നിങ്ങൾ അറിയാനും പാടില്ല. അങ്ങനെ ചെല്ലമ്മയെ സമ്മതിക്കാണ്. അതുപോലെ പാണ്ഡ്യ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ കുറച്ചുനാള് പാണ്ഡ്യ കുടി നിർത്തിയിട്ടും പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ ചെല്ലമ്മ തകർന്നു പോയ തന്റെ കുടുംബത്തെ ഒന്ന് ചേർക്കാൻ നോക്കുമ്പോഴും സാഹചര്യം സമ്മതിക്കുന്നില്ല. എന്നാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും പറ്റിയ തെറ്റ് ഇനി പറ്റാൻ പാടില്ല. എന്നാൽ ഗാന്ധി പഴയ പോലെ തന്നെ വീണ്ടും ചെല്ലമ്മ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവള് പറഞ്ഞതാണ് ഇനി ഒരിക്കലും നമ്മള് പഴയ പോലെ വിളിക്കാനോ മീറ്റ് ചെയ്യാനോ പാടില്ല. എനിക്കൊരു കുടുംബമുള്ളതാണ്. എന്നാൽ ഗാന്ധി സമ്മതിക്കുന്നില്ല. അങ്ങനെ നേരിട്ട് ഗാന്ധി മീറ്റ് ചെയ്യാൻ പോയിട്ട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഗാന്ധി പിന്നോട്ട് വലിയുന്നില്ല. അപ്പോഴും ഗാന്ധി പറയുന്നത് ചെല്ലമ്മ നീ എന്റെ ജീവിതത്തിൽ നിന്ന് പോകാനാ തീരുമാനിക്കുന്നെങ്കിൽ പിന്നെ എനിക്കും ജീവിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ മരിക്കാൻ പോവാണ്. അപ്പൊ ചെല്ലമ്മ നിങ്ങൾ എന്താ ചെയ്യുന്നേ? അങ്ങനെ ഗാന്ധി സ്റ്റോപ്പ് ചെയ്യുമ്പോ ഗാന്ധി പറയുന്നുണ്ട് നിന്റെ ഹസ്ബൻഡ് ചീറ്റ് ചെയ്തില്ലേ, അതുപോലെ എന്റെ ഭാര്യയും ചതിച്ചതാണ്. നമുക്ക് രണ്ടുപേർക്കും സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ഇപ്പോ നിന്റെ ഹസ്ബൻഡിലെ പ്രശ്നം അങ്ങനെ തീർക്കല്ലാതെ നമ്മുടെ ഇടയിൽ ഒരു പോംവഴിയില്ല. എന്നാൽ ചെല്ലമ്മയ്ക്ക് അത് തീരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ വീണ്ടും ഗാന്ധി ഫോഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഒരു ഘട്ടത്തില് അവൾ അതിന് സമ്മതിക്കാണ്. അങ്ങനെ പാണ്ഡ്യ പതിവ് പോലെ തന്നെ മദ്യപിച്ച് വീട്ടിൽ കിറങ്ങി കടന്നുകൊണ്ടിരിക്കുമ്പോ അവരുടെ ചെറിയ മകനില്ലേ അവനെ നേരത്തെ ഉറക്കണല്ലോ. അതുകൊണ്ട് തന്നെ പാലില് ഉറക്കുകുളിയും കൊടുത്തിട്ട് അവനെ നേരത്തെ ഉറക്കാണ്. അങ്ങനെ ചെല്ലമ്മ തന്റെ മകനെ ഉറക്കിയ കാര്യവും ഹസ്ബൻഡ് മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുന്ന കാര്യം പറഞ്ഞപ്പോ നീ ഒന്നുകൊണ്ട് ഭയക്കണ്ട, അയാളുടെ കാര്യം തീർക്കാനായിട്ട് ഞാൻ 2 പയ്യന്മാരെ അയച്ചിട്ടുണ്ട്. അപ്പോ അവന്മാര് നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തോളൂ. ചെല്ലമ്മയ്ക്ക് വല്ലാതെ നെഞ്ചടിക്കുന്നുണ്ട്. എന്നാൽ ശ്രദ്ധ ഒന്ന് മാറ്റാനായിട്ട് എന്താ ചെയ്യാ, യൂട്യൂബിൽ എന്തെങ്കിലും കാണുതന്നെ. അപ്പോഴാണ് ഒരു ക്രൈം സ്റ്റോറി കാണുന്നത്. അതായത് എങ്ങനെയാണ് സൊസൈറ്റിയിലെ ക്രിമിനൽസ് തഴച്ചു വളരുന്നത്. ഇതിന്റെയൊക്കെ പിന്നില് പാരന്റ്സ് അവരെ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ 2 ചെറിയ കുട്ടികള് കുറ്റവാളികളായ കഥ പറയുന്നുണ്ട്. ആ 2 ഫാമിലിയിലെയും പാരന്റ്സിന്റെ ഇടയിൽ അഫയേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം അത് കൊലപാതകത്തിലാണ് അവസാനിച്ചത്. ആ ഒരു 2 ചെറിയ പയ്യന്മാരും ചെറുപ്പത്തിലെ കൊലപാതകം കണ്ടിട്ടല്ലേ വളരുന്നത്. അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് അവർ പതിയെ കുറ്റവാളികളായിട്ട് മാറിയതാണ്. ആ ഒരു 2 പയ്യന്മാരില്ലേ അവര് വേറെ ആരുമല്ല, നമ്മുടെ ചെല്ലമ്മയെ ചേച്ചിയായിട്ട് കാണുന്നില്ല, അവർ രണ്ടുപേര് തന്നെ. അങ്ങനെ ചെല്ലമ്മ ആ ഒരു ക്രൈം സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെല്ലമ്മയുടെ മനസ്സിലൊരു തോന്നലുണ്ട്. അതായത് ഇപ്പോ പാണ്ഡ്യ കൊല്ലപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാലേ ആ ഒരു 2 പയ്യന്മാര് അവരുടെ പാരന്റ്സ് കൊല്ലപ്പെട്ടപ്പോ കുറ്റവാളികളായില്ലേ, അതുപോലെ ചെല്ലമ്മയുടെ ചെറിയ മകനും ഭാവിയിൽ ഒരു കുറ്റവാളിയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് വാതിലും തുറന്നിട്ട് ഗാന്ധി അങ്ങോട്ട് വരുന്നത്. അപ്പൊ ചെല്ലമ്മ നമുക്ക് ഈ പ്ലാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, നിങ്ങൾ തലക്കലിവിടുന്ന് പോയിക്കോ. എന്നാല് ഗാന്ധി സമ്മതിക്കുന്നില്ല. നീ എന്താ പറയുന്നേ, ആ 2 പയ്യന്മാർ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, ഞാനൊന്ന് വിളിക്കേണ്ട താമസമേ ഉള്ളൂ, അവരിങ്ങോട്ട് വന്നോളൂ. എന്നാലും ചെല്ലമ്മ അത് വേണ്ട, നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞേ. എന്നാല് ഗാന്ധിയില്ലേ പഴയ പോലെ തന്നെ അവളുടെ കാലൊക്കെ പിടിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയൊരു ഡ്രാമ ഇറക്കാണ്. അപ്പോഴും ചെല്ലമ്മയുടെ മനസ്സ് മാറുന്നില്ല. അപ്പോ ഗാന്ധിയില്ലേ ചെല്ലമ്മയെ ലോക്ക് ചെയ്തിട്ട് അവളുടെ കയ്യും കെട്ടി വായിൽ ടേപ്പ് ഒടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് വന്നത്, അത് ചെയ്തിട്ട് ഇവിടുന്ന് പോവും, അതുവരെ മിണ്ടാതിരുന്നോ. എന്നാല് ഗാന്ധി അവളുടെ കൈ കെട്ടിയിരുന്നില്ലേ, അവള് എങ്ങനെയൊക്കെയോ ആ കൈ അഴിച്ചിട്ടുണ്ട്. തന്റെ ഹസ്ബൻഡ് പാണ്ഡ്യയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് അവളുടെ കയ്യിൽ കിട്ടിയ ഒരു കുക്കറിന് മൂടി വെച്ചിട്ട് അവളുടെ തലക്കടിക്കാണ്. അവിടെ കിട്ടിയപ്പോ തന്നെ ഗാന്ധി ബോധം കെട്ട് വീണിട്ടുണ്ട്. എന്നാൽ വിളിച്ചിട്ടും അനക്കൊന്നുമില്ല. പതിയെ ഗാന്ധിയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഗാന്ധി ആ ഒരു അടി കിട്ടിയപ്പോൾ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. അപ്പോഴാണ് ചെല്ലമ്മയിലെ ആ 2 പയ്യന്മാരെ കുറിച്ച് ഓർക്കുന്നത്. നമ്മുടെ ഗാന്ധി കൂട്ടിക്കൊണ്ടുവന്നില്ലേ അവരും അതേ പയ്യന്മാര് തന്നെയാണ്. അങ്ങനെ അവര് ആ വീട്ടിലേക്ക് വരുമ്പോഴാണ് അവരെ വിളിച്ചു വരുത്തിയ ഗാന്ധിയും ഇതേ വീട്ടിലേക്കായിരുന്നു വന്നതെന്ന് അവര് കാണുന്നത്. ചെല്ലമ്മ ടെൻഷനിൽ പറയുന്നുണ്ട് അറിയാതെ പറ്റിയതാ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ. അപ്പോൾ അവര് പറയുന്നുണ്ട് ചേച്ചി ഇത് നിങ്ങൾ ചെയ്തതാന്ന് ഒരിക്കലും പുറത്താരും അറിയില്ല, ഇത് ഞങ്ങൾ ചെയ്തതായിട്ടേ മറ്റുള്ളവരെ അറിയുള്ളൂ. ഈ സെക്കൻഡ് മുതൽ നിങ്ങൾ ഈ കാര്യമൊക്കെ മറന്നേക്ക്. അങ്ങനെ അവർ 2 പേരുമാണ് ആ ഒരു ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇൻസ്പെക്ടറിനോട് ചെല്ലമ്മ പറയുന്നുണ്ട് സാറേ സത്യത്തില് ഇതാ സംഭവിച്ചേ, എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നു എന്ന കാര്യം സത്യം തന്നെയാ. എന്നാൽ അതെങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ, പക്ഷെ അതിങ്ങനെയാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ല. അപ്പോൾ ചെല്ലമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണെന്ന് ഇൻസ്പെക്ടർ മനസ്സിലായപ്പോൾ ഇതുവരെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിഡൻസ് ആയിട്ട് ഇൻസ്പെക്ടർ റെക്കോർഡ് ചെയ്ത് എടുത്തിരുന്നില്ലേ. എന്നാൽ ആ ഒരു റെക്കോർഡിങ്സ് മുഴുവനായിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. നിന്റെ ജീവിതം കൈവിട്ട് പോകാൻ നോക്കിയപ്പോൾ നീ ശരിയായ തീരുമാനം എടുത്തു, അതിനിടയിൽ ഒരാൾ മരണപ്പെട്ടു, അത് വെച്ച് നിന്നെ കുറ്റവാളിയായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നീ ധൈര്യം ഇവിടുന്ന് പോയിക്കോ. അപ്പോൾ ചെല്ലമ്മയും ഒരുപാട് നന്ദിയും പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് കഥയുടെ ആരംഭത്തിൽ നമ്മുടെ ഇൻസ്പെക്ടർ ഒരു ന്യൂസ് കണ്ടിരുന്നില്ലേ, അതായത് ഒരു അച്ഛനും അമ്മയും അവരുടെ മകൻ സതീശിന് ആ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏറ്റവും മാർക്ക് കിട്ടിയപ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അമ്മ അത് വേറെ ആരുമല്ല നമ്മുടെ ചെല്ലമ്മയാണ്. അപ്പോൾ സതീഷ് ചെല്ലമ്മയുടെ മകനും ആ ഒരു കുടിയനില്ലേ അങ്ങേര് നമ്മുടെ പാണ്ഡ്യയാണ്. അന്ന് ചെല്ലമ്മയെ ഇൻസ്പെക്ടർ രക്ഷപ്പെടുത്തിയത് അതൊരു ശരിയായ തീരുമാനമാണെന്ന് ഇൻസ്പെക്ടറിന്
ഉറപ്പാവാണ്. അങ്ങനെ ചെലമ തന്റെ മകൻ സതീഷിനെ കൂട്ടിയിട്ട് ആ 2 പയ്യന്മാരെ കാണാൻ ജയിലിലേക്ക് വരികയാണ്. കാരണം ഗാന്ധിയെ കൊലപ്പെടുത്തിയതായിട്ട് അവര് കുറ്റം സമ്മതിച്ചല്ലേ. അപ്പോൾ അവര് പറയുന്നുണ്ട്, അല്ല ചേച്ചി, ജയിലിലേക്ക് എന്തിനു ഇവന് കൂട്ടിക്കൊണ്ടെന്നേ. അപ്പൊ ചെലമ, നിങ്ങളില്ലെങ്കിൽ എനിക്കൊരു ജീവിതം ഉണ്ടാവുമായിരുന്നോ? എന്റെ മകന് ഇത്ര വലിയൊരു സക്സസ് നേടാൻ പറ്റുമായിരുന്നോ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാ മറക്കുക? അപ്പൊ അവര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആരുമില്ലാത്ത സമയത്ത് ചേച്ചിയിലെ കൂടെ ഉണ്ടായിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. അങ്ങനെ ചെലമ്മ അവിടുന്ന് തിരിച്ചു പോവാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ? ഒരിക്കലും നമ്മളെ ഗസ് ചെയ്യാൻ വിടാതെ തല ചുറ്റിച്ചു കളഞ്ഞ ട്വിസ്റ്റുകളുമായിട്ട് ത്രസിപ്പിച്ച അടിപൊളി ഒരു കഥയായിരുന്നില്ലേ? അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു കഥ എത്രത്തോളം ഇഷ്ടമായി, ഇനിയും ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാൻ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടുക. പിന്നെ നമ്മുടെ സീരീസ് ചാനൽ വന്നിട്ടുള്ള അടിപൊളി സീരീസ് കാണാത്ത കൂട്ടുകാർ ആ ഒരു സീരീസ് കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു കിടിലൻ കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.